നമസ്കാരം. പുതിയ GST പ്രാബല്യത്തിൽ വന്നതോടുകൂടി കോമ്പാക്ട് സൈസിലുള്ള വാഹനങ്ങൾക്ക് ഒരുപാട് വില വ്യത്യാസം വന്നിട്ടുണ്ട്. സാധാരണക്കാർക്ക് ഒരു വാഹനം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് ഇത്തരത്തിലുള്ള GST ബെനിഫിറ്റ് വളരെയധികം ഉപകാരപ്രദമായിട്ടുണ്ട്. ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാരുതി സുസുക്കിയുടെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു മോഡലായ മാരുതി സുസുക്കി സ്വിഫ്റ്റിന് പുതിയ GST പ്രകാരം എത്ര രൂപ കുറഞ്ഞു എന്നുള്ളതാണ്. എക്സ് ഷോറൂം പ്രൈസ് ആണ് ഇന്നത്തെ വ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ മുകളിൽ റോഡ് ടാക്സും ഇൻഷുറൻസും ബാക്കി എക്സ്റ്റൻഡഡ് വാറണ്ടി എല്ലാം വരുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് കിട്ടും. ഓരോ നഗരങ്ങളിലും ഈ ഓൺ റോഡ് പ്രൈസ് വ്യത്യസ്തമാകുന്നത് കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് എടുത്തു പറയാത്തത്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. എൻജിൻ ബേയുടെ മറ്റൊരു ബ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. നമ്മുടെ ബ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സ്വിഫ്റ്റിൻ്റെ പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. കാരണം പ്രീമിയം ഹാച്ച്ബാക്ക് സെഗ്മെൻറ്റിൽ വരുന്ന ഒരു വാഹനമാണ് സ്വിഫ്റ്റ്. ഇപ്പോൾ i20 നോക്കുകയാണ്, അതല്ലെന്നുണ്ടെങ്കിൽ ആൾട്രോസ്, ഇങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും സ്വിഫ്റ്റിൻ്റെ പ്രീമിയം നേച്ചർ നഷ്ടപ്പെട്ടു എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഞാൻ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം എടുത്തു പറയട്ടെ. മാരുതി സുസുക്കിക്ക് ഇപ്പോൾ 3200 cc ഉള്ള എഞ്ചിനുകളാണുള്ളത്, അല്ലെങ്കിൽ 1.2 ലിറ്ററിൻ്റെ 3 എഞ്ചിനാണുള്ളത്. അതായത് K12 M എന്ന് പറയുന്ന എഞ്ചിൻ അത് ഇഗ്നിസിലാണുള്ളത്. K12 N എന്ന് പറയുന്ന എഞ്ചിൻ അത് ഫ്രോങ്സിലുണ്ട്, ബലീനോയിലുണ്ട്. അത് മാത്രമല്ല വാഗണാർ പോലെയുള്ള വാഹനങ്ങളിലൊക്കെ നമുക്കത് കാണാവുന്നതാണ്. അതിനുശേഷം ഒരു 3 സിലിണ്ടർ എഞ്ചിൻ Z12E എന്ന് പറയുന്ന 3 സിലിണ്ടർ എഞ്ചിൻ അത് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് സ്വിഫ്റ്റിലും പിന്നീട് ഡിസയറിലുമാണ്. ഈ ഒരു എഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിയിലെ ഒരു ജനറേറ്ററായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി മാരുതി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു ബഡ്ജറ്റ് ജനറേറ്റർ എന്ന് പറയാം. ആ ഒരു എഞ്ചിനെയാണ് ഇപ്പോൾ ഈ പ്രീമിയം ഹാച്ച്ബാക്ക് വാഹനം എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടിരുന്ന സ്വിഫ്റ്റിൽ വെച്ചിട്ടുള്ളത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഈ ഒരു വാഹനത്തിന് ജനപ്രീതിയുണ്ട്. ഞാൻ ഓഫ് ടോപ്പിക്കിലേക്ക് പോവുകയല്ല, കാര്യത്തിൻ്റെ ഒരു വസ്തുത പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. 12385 യൂണിറ്റ് 2025 ഓഗസ്റ്റ് മാസത്തെ കണക്ക് നോക്കുമ്പോഴത്തേക്കും സ്വിഫ്റ്റ് വിറ്റിട്ടുണ്ട്. സ്വിഫ്റ്റിൻ്റെ പ്രീമിയം നേച്ചർ, ആ പെപ്പിനെസ് ഒക്കെ നഷ്ടപ്പെട്ടു എന്നുള്ളത് ശരിയാണ്. പക്ഷേ കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി കൂടി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 163 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത് ആഡ്യൂക്കേറ്റ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആഡ്യൂക്കേറ്റ് അല്ല. അത് മാത്രമല്ല 15 ഇഞ്ചിൻ്റെ നല്ല വീലുകൾ വന്നിട്ടുണ്ട്. 4.8 മീറ്ററാണ് ടേണിംഗ് റേഡിയസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരു എഞ്ചിനാണ് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. കാരണം ലോ എൻഡും മിഡും ഒക്കെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഓക്കെ ആണെന്നുണ്ടെങ്കിലും ഹയർ എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് റവ് ചെയ്ത് ഓടിക്കാൻ പറ്റുന്ന ഒരു എഞ്ചിനല്ല അത്. ഈ ഒരു എഞ്ചിൻ അങ്ങനെയുള്ള ഒരു നേച്ചർ ഇല്ല എന്ന് തന്നെ പറയാം. കാരണം 3 സിലിണ്ടർ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറായിട്ടുള്ള നോയ്സി വൈബ്രേഷനൊക്കെ ഈ ഒരു എഞ്ചിൻ ഓടിച്ച സമയത്ത് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. Z12E എന്ന് പറയുമ്പോഴത്തേക്കും അപ്രോക്സിമേറ്റ്ലി 1197 cc 3 സിലിണ്ടർ എഞ്ചിനാണ്. 80.46 bhp ആണ് അതിൻ്റെ പവർ എന്ന് പറയുന്നത്. അത് 5700 RPM വരുന്നത്. 111.7 Nm ടോർക്ക്, അത് 4300 RPM ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടറിയാം ഈ ഒരു വാഹനത്തിൻ്റെ വെയിറ്റ് ഒക്കെ കുറച്ചും കൂടെ കൂടിയിട്ടുണ്ട്. 925 കിലോഗ്രാമാണ് കർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. എറീന ഷോറൂം വഴിയാണ് ഈ ഒരു വാഹനം വിൽക്കുന്നത്. LXi, VXi, ZXi പ്ലസ് എന്നിങ്ങനെയുള്ള വേരിയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത് കൃത്യമായിട്ടും AGS ആണ്, ഓട്ടോ ഗിയർ ഷിഫ്റ്റ് ആണ്. അത് ടോർക്ക് കൺവേർട്ടഡ് ഓട്ടോമാറ്റിക് ഒന്നുമല്ല. കൂടാതെ ഈ ഒരു വാഹനം CNGയിലും അവൈലബിൾ ആണ്. മാരുതി സുസുക്കി ടാർഗറ്റ് ചെയ്യുന്നത് സ്വിഫ്റ്റ് എന്ന് പറയുന്ന വാഹനത്തെ വെച്ചിട്ട് അതിനൊരു പർട്ടിക്കുലർ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ ആ ഒരു ബിസിനസ് നേടിയെടുക്കുക എന്നുള്ളതാണ് മാരുതിയുടെ ഒരു ടാർഗറ്റ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു എഞ്ചിൻ ഇനി വരാൻ പോകുന്ന സീരീസ് ഹൈബ്രിഡ് ടെക്നോളജിക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുണ്ട് ജനറേറ്ററായിട്ട് ആക്ട് ചെയ്യുന്ന ഒരു മെക്കാനിക്കൽ പോർഷൻ എന്ന് നമുക്ക് പറയാം. നമുക്ക് കാര്യത്തിലേക്ക് വരാം. മാരുതി സുസുക്കിയുടെ സ്വിഫ്റ്റിൻ്റെ LXi 1.2 ലിറ്ററാണ് നമുക്കറിയാം. അതിൻ്റെ മാനുവൽ ട്രാൻസ്മിഷന് 5,79,000 രൂപയാണ് ഇപ്പോഴത്തെ എക്സ് ഷോറൂം പ്രൈസ്. മുൻപത്തെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 6,49,000 ആയിരുന്നു. 70,000 രൂപ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇനി VXiലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 7,30,000 ആയിരുന്നു ആദ്യത്തെ പ്രൈസ്. പുതിയ GST പ്രകാരം ഇപ്പോൾ 6,59,000 രൂപയാണ്. അവിടുത്തെ ലാഭം എന്ന് പറയുന്നത് 71,000 രൂപയാണ്. ഇനി VXiയുടെ ഒരു ഓപ്ഷണൽ വേർഷൻ ഉണ്ട്. അതിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7,57,000 ആയിരുന്നെങ്കിൽ ഇപ്പോൾ 72,000 രൂപയുടെ വില വ്യത്യാസം വന്നിട്ട് 6,85,000 മാറിയിട്ടുണ്ട്. ഇനി ZXiലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ടോപ്പ് എൻഡാണ്. ടോപ്പ് എൻഡിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരു വേരിയൻ്റ് ആണ്. 8,30,000 രൂപയായിരുന്നു അതിൻ്റെ ആദ്യത്തെ എക്സ് ഷോറൂം പ്രൈസ്. പുതിയ GST പ്രകാരം 77,000 രൂപയുടെ കിഴിവ് വന്നിട്ടുണ്ട്. 7,53,000 എന്ന പുതിയ എക്സ് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ടോപ്പ് എൻഡിലേക്കൊക്കെ പോകുന്തോറും നല്ല ഡിഫറൻസ് അല്ലെങ്കിൽ GST ബെനിഫിറ്റ് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ZXi പ്ലസിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും 9 ലക്ഷത്തിൽ നിന്നും ഇപ്പോഴത്തെ പ്രൈസ് 8,20,000 രൂപയാണ്. കൃത്യമായിട്ടും 80,000 രൂപയുടെ ഒരു പ്രൈസ് ഡ്രോപ്പ് അവിടെ വന്നിട്ടുണ്ട്. അത് മാത്രമല്ല AGSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് VXiയിൽ നിന്നാണ് തുടങ്ങുന്നത്. 7,80,000 രൂപയാണ് VX AMT മോഡലിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത്.
അതിൽ നിന്നും ഇപ്പോൾ കുറഞ്ഞിട്ട് 7,04,000 രൂപ എന്നുള്ള പുതിയ GST പ്രകാരമുള്ള എക്സ് ഷോറൂം പ്രൈസിലേക്ക് വില വന്നിട്ടുണ്ട്. 76,000 രൂപയുടെ ഒരു പ്രൈസ് കട്ട് അവിടെ വന്നിട്ടുണ്ട്. ഇനി VXI ഓപ്ഷണൽ AGS അതിലേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഇപ്പോഴത്തെ പ്രൈസ്, നിലവിലത്തെ പ്രൈസ് 7,30,000 രൂപയാണ്. അതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള GST പ്രകാരമുള്ള പ്രൈസ്. മുൻപ് 8,07,000 രൂപയായിരുന്നു. 77,000 രൂപ കുറഞ്ഞിട്ടുണ്ട്. ഇനി ZXയിലേക്ക് പോകുമ്പോഴത്തേക്കും 8,80,000 രൂപ എന്ന പഴയ പ്രൈസിൽ നിന്നും പുതിയ പ്രൈസായിട്ടുള്ള 7,98,000 രൂപ എന്ന എക്സ് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് 82,000 രൂപയാണ്. ഇനി ZXi പ്ലസ് എന്ന് പറയുന്ന ഏറ്റവും ടോപ്പ് എൻഡ് ആയിട്ടുള്ള AGS മോഡലിന് 9.5 ലക്ഷം രൂപയായിരുന്നു ആദ്യത്തെ പ്രൈസ് പഴയ GST പ്രകാരം. ഇപ്പോൾ 85,000 രൂപ വില കുറഞ്ഞ് 8,60,000 എന്നുള്ള രീതിക്ക് മാറിയിട്ടുണ്ട്. CNGയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CNG നമ്മൾ നോക്കുമ്പോഴത്തേക്കും കൂടുതൽ ആളുകൾ പ്രിഫർ ചെയ്യുന്നത് പെർഫോമൻസിനൊന്നുമല്ല. ഓൾറെഡി ഈ ഒരു വാഹനത്തിന് അപ്രോക്സിമേറ്റ്ലി 82 bhp പവറും 111.7 Nm ടോർക്കേ ഉള്ളൂ. അത് CNGയിലേക്ക് വരുമ്പോഴത്തേക്കും കാര്യമായിട്ട് പവർ ഡ്രോപ്പ് നമുക്ക് ഫീൽ ചെയ്യും. VXIയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VXI മുതലാണ് CNG സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ VXI CNG 1.2 നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് 7,45 ഇവിടുത്തെ ഒരു പ്രൈസ് ഡ്രോപ്പ് എന്ന് പറയുന്നത് 75,000 രൂപയാണ്. അപ്പോൾ 8,20,000 രൂപ വില ഉണ്ടായിരുന്ന VXI CNGക്ക് ഇപ്പോൾ 7,40,000 രൂപയാണ്. ഇനി VXI ഓപ്ഷണൽ CNG നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 8,47,000 രൂപയായിരുന്നു അതിൻ്റെ വില. പുതിയ GST പ്രകാരം 7,71,000 രൂപയാണ്. 76,000 രൂപയുടെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ZXയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ CNG ആണ് 9,20,000 രൂപയിൽ നിന്നും കുറഞ്ഞ് 8,39,000 രൂപ എന്ന പുതിയ എക്സ് ഷോറൂം പ്രൈസിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ 81,000 രൂപയാണ് ആ ഒരു വാഹനത്തിൻ്റെ നമ്മുടെ ഒരു ബെനിഫിറ്റ്, GST ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി LXI എന്ന് പറയുന്ന വേരിയൻറ്റ് മാനുവൽ ട്രാൻസ്മിഷനാണ്. അതിപ്പം 5,79 ആണെന്നുണ്ടെങ്കിൽ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 6,60 ആ ഒരു റേഞ്ചിലൊക്കെ തീർച്ചയായിട്ടും നിലനിൽക്കും. അത് മാത്രമല്ല VXയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6,59 ഇപ്പോഴത്തെ എക്സ് ഷോറൂം പ്രൈസ്. അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിയാലും ഒരു 7,40-45 ആ റേഞ്ചിലേക്ക് വരും. VXI ഓപ്ഷനിലാണെന്നുണ്ടെങ്കിൽ 6,85 എന്ന എക്സ് ഷോറൂം പ്രൈസിൽ നിന്നും അത് ഓൺ റോഡ് പ്രൈസിലേക്ക് വരുമ്പോഴത്തേക്കും എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 7,70,000 രൂപയുടെ അടുത്ത് തീർച്ചയായിട്ടും വരും. ഇനി 7,53 എക്സ് ഷോറൂം പ്രൈസുള്ള ZXi മാനുവൽ ട്രാൻസ്മിഷൻ ഓൺ റോഡ് വരുമ്പോഴത്തേക്കും 8,40,000 രൂപയുടെ അടുത്ത് തീർച്ചയായിട്ടും വരും. ZXi പ്ലസ് ആണെന്നുണ്ടെങ്കിൽ 8,20 എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും ഒരു 9,10,000 രൂപയുടെ അടുത്ത് അതിന് ഓൺ റോഡ് പ്രൈസ് തീർച്ചയായിട്ടും വരും. ഇതെല്ലാം ഫുൾ വാറണ്ടി ഉൾപ്പെടെയുള്ള CCP ഉൾപ്പെടെയുള്ള വാറണ്ടി ചേർത്ത് നെക്സ കാർഡ്, അത് മാത്രമല്ല രജിസ്ട്രേഷൻ ചാർജ്, റോഡ് ടാക്സ്, ഇൻഷുറൻസ് ഇതെല്ലാം ചേർത്തിട്ടുള്ളൊരു പ്രൈസിൻ്റെ ഒരു ആവറേജ് രീതിക്കാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഓരോ നഗരങ്ങളിലും ചില വ്യത്യാസങ്ങളുണ്ടായിരിക്കും. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തീർച്ചയായിട്ടും മാരുതി സുസുക്കിയുടെ വാഹനങ്ങൾ വാങ്ങുമ്പോൾ പ്രൈസ് ലിസ്റ്റ് കൃത്യമായിട്ട് നോക്കണം. പല ഷോറൂമുകളിലും ചെക്ക് ചെയ്യണം. നിലവിൽ ഓഫേഴ്സ് മാറ്റിയിട്ടില്ല. അത് മാത്രമല്ല ഷോറൂമിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഓഫേഴ്സ് തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഷോറൂമുകാർ ചെയ്യുന്നത് ഈ GST വരുന്നതിന് മുമ്പ്, അതായത് പുതിയ GST വരുന്നതിന് മുമ്പുള്ള സ്റ്റോക്കുകൾ മാക്സിമം വിറ്റൊഴിക്കുക എന്നുള്ള രീതിക്കാണ് അവർ ചെയ്യുന്നത്. ചില ഷോറൂമിലൊക്കെ സ്റ്റോക്കുകൾ നല്ല രീതിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും ദീപാവലി സമയത്തൊക്കെ കൂടുതൽ നോർത്ത് ഇന്ത്യയിലേക്കായിരിക്കും സ്റ്റോക്ക് പോകുന്നത്. ഇവിടെ നിലവിലുള്ള സ്റ്റോക്കുകൾ ഡീലേഴ്സ് വാങ്ങി വെച്ചിരിക്കുന്ന സ്റ്റോക്കുകൾ നമുക്ക് വിൽക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വിൻ നമ്പറൊക്കെ നോക്കി നമ്മൾ വാങ്ങുമല്ലേ, പുതിയൊരു വാഹനം വാങ്ങുമല്ലേ. അപ്പോൾ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് മാനുഫാക്ചർ വാഹനം വാങ്ങാനുള്ള എല്ലാ അവകാശമുണ്ട്. നല്ല ബ്ലോഗ്സ് ഉണ്ടെങ്കിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.